ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇഫ്താറിന് ഉണ്ടാക്കിയ കുറച്ച് വിഭവങ്ങളും ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമാണ് കാണിക്കാൻ പോകുന്നത്. 1/2 കിലോ ചിക്കൻ മഞ്ഞളും ഉപ്പും തിരുമ്മി വെച്ചിട്ടുണ്ട്. അതിലേക്കുള്ളൊരു മസാല തയ്യാറാക്കാം. ചട്ടിയിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് ചെറിയ തീയിൽ കരിയാതെ വറുത്തെടുക്കാം. മസാലപ്പൊടിയെല്ലാം പാകമായി വന്നിട്ടുണ്ട്. അടുപ്പിൽ നിന്നും മാറ്റാം. കുക്കറിലേക്ക് 4 സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കാം. ചൂടായ ശേഷം 3 വലിയുള്ളി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി 2 സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളിയെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകപ്പൊടി, വറുത്തെടുത്തിട്ടുള്ള മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. 2 തണ്ട് കറിവേപ്പിലയും ചേർക്കാം. 1.5 ഗ്ലാസ് വെള്ളവും ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. തിളച്ച ശേഷം ചിക്കൻ ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കിയ ശേഷം മൂടി 4 വിസിൽ വരെ വേവിച്ചെടുക്കാം. അതിലേക്കുള്ള അരപ്പിനായി 1/2 മുറി തേങ്ങ, 4 ചെറിയുള്ളി, 1 തണ്ട് കറിവേപ്പില ഇവയെല്ലാം ഒന്ന് വറുത്തെടുക്കാം. ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. തേങ്ങ അരപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിയെല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. അടുപ്പിൽ നിന്നും മാറ്റി താളിച്ചൊഴിക്കാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇന്ന് പത്തിരിയും ചിക്കൻ കറിയും സമൂസയും രാഗി പായസവും ആയിരുന്നു. നോമ്പ് തുറക്കാൻ